നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മൈഗ്രെയിൻ ഹെഡേക്ക് എന്നതിൻ്റെ മലയാളത്തിൽ നമ്മൾ ചെന്നിക്കുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആളുകൾക്കും ഡോക്ടർമാർക്കും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സോക്കേടാണ് ഈ ചെന്നിക്കുത്തെന്ന് പറയുന്നത്. അതായത് മൈഗ്രെയിൻ ഹെഡേക്ക്. ഈ ഹെഡേക്ക് പല രീതിയിലുണ്ട്. ഈ ചില ആൾക്ക് നമുക്ക് സാധാരണ ഈ തലവേദന ഉണ്ടാവും. അപ്പോൾ തലവേദന അതിനെ പലതായിട്ട് അവനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രോണ്ടൽ ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ വരുന്ന വേദന, ഓസിപിറ്റൽ ഹെഡേക്ക് പുറകിൽ വരുന്ന വേദന, സൈഡിൽ വരുന്ന ടെമ്പറൽ തലവേദന. അപ്പോൾ അങ്ങനെ തലവേദന വരെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്നത് പാരാസെറ്റമോളാണ്. അപ്പോൾ ഈ പാരാസെറ്റമോൾ ഭയങ്കര അതൊരു പ്രിസ്ക്രൈബ്ഡ് ഡ്രഗാണത്. അപ്പോൾ ഞാൻ പാരാസെറ്റമോളിനെ പറ്റി 2 വാക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു നൺ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊച്ചു കുട്ടികൾക്ക് പോയി വാങ്ങിക്കുന്നതാണ് മെഡിക്കൽ സ്റ്റോർ. അവർ കൊടുക്കുകയും ചെയ്യും. പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. പാരാസെറ്റമോൾ മോസ്റ്റ് ഡേഞ്ചറസ്, ഞാൻ പറഞ്ഞല്ലോ, അത് പ്രിസ്ക്രൈബ്ഡ് ഡ്രഗാണ്. അത് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉദാഹരണം ആളുകൾക്ക് നമ്മുടെ ഇവിടെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് ഡോളോ. അപ്പോൾ ഈ കമ്പനി ആളുകളുടെ മനസ്സിലും ഡോക്ടർമാർക്കും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഇന്ത്യയിലുള്ള സകല ആളുകൾക്കും ഡോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അത് അമിതമായിട്ട് വാങ്ങിച്ചുപയോഗിക്കും. അപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഡോക്ടർ ഡോളോയെ പറ്റി, അല്ലെങ്കിൽ പാരാസെറ്റമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ അവർ പാരാസെറ്റമോൾ ഉണ്ടാക്കുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഈ കോവിഡ് വന്ന സമയത്ത് ഈ പാരാസെറ്റമോൾ യൂറോപ്പിലും അമേരിക്കയിലും കിട്ടാതായി. അപ്പോൾ അവിടെ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗാണ്. അങ്ങനെയാണ് ഇന്ത്യ എടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമുക്ക് കോവിഡ് സമയത്ത് പറഞ്ഞത് ഒരു പാരാസെറ്റമോൾ വേണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇതിപ്പം നമുക്ക് തരാൻ ഒക്കത്തില്ല, കാരണം ഇന്ത്യക്ക് പോലും തികയാതിരിക്കുന്നു. അപ്പോൾ എടുത്ത വയലിൽ ട്രംപ് പറഞ്ഞു എന്നാൽ ഇനി ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് തന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് കൊടുക്കാം. കാരണം നമ്മൾ 10 കണക്കിന് പാരാസെറ്റമോൾ ഉണ്ടാക്കി ലോകം മുഴുക്കുകയും എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗാണ്. അതാണ് ആ ഡ്രഗിൻ്റെ മോർ ഇഞ്ചൂറിയസ് ആണ്. അതിവിടെ തന്നെ ഡോക്ടർമാരായാലും പേഷ്യൻസ് ആയിക്കഴിഞ്ഞാലും അവരിതല്ല, ഇതിന് ഒരുപാട് പ്രതിവിധികളുണ്ട്. പക്ഷേ അതൊന്നും തിരക്കാതെ തന്നെ ഈ പാരാസെറ്റമോൾ കണ്ണടച്ച് കൊടുക്കും. അവരെല്ലാം ലിവർ പേഷ്യൻ്റ് ആവുകയും ചെയ്യും. ലിവർ മാത്രമല്ല, ഹാർട്ടിനെ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ഹാർട്ടിനെ അത് പാരാസെറ്റമോൾ കൊടുത്തിട്ട് നമ്മൾ BP നോക്കിക്കഴിഞ്ഞാൽ BP കൂടുന്നത് കാണാം. അപ്പോൾ അത് എല്ലാത്തിനെയും ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ ശരീരത്തിനെ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറാണ്. അതാണ് ഇപ്പോൾ ഈ മൈഗ്രെയിൻ ഹെഡേക്കിന് പ്രധാനമായിട്ട് പേഷ്യൻസ് പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഡോക്ടർ പറയുന്നത്. പക്ഷേ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് റീസൺ ആർക്കും അറിയത്തില്ല. പക്ഷേ അതിന് എക്സാക്ട് റീസണുണ്ട്. അപ്പം അതിന് വരെ അവർ ഈ ഹാർട്ട് ബ്രെയിൻ്റെ സ്കാനൊക്കെ ചെയ്യും. എന്നിട്ട് അതിനൊന്നും കാണത്തില്ല. എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇവരെ വേദന സംഹാരിയാണ്. പക്ഷേ ഇതിന് സ്പെസിഫിക് കാരണമുണ്ട്, സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ അതേപ്പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ഈ ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. ഈ അവയവത്തിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ലിവറിൻ്റെയും ഗാൾ ബ്ലാഡറിൻ്റെയും. ലിവറിൻ്റെ ഇറിറ്റേഷൻ, അതായത് ഗാൾ ബ്ലാഡർ ലിവറിനെ ഇറിറ്റേറ്റ് ചെയ്യും. ആ ഇറിറ്റേഷൻ ഗാൾ ബ്ലാഡറിൻ്റെ ഇറിറ്റേഷൻ ലിവറിനെ ഇഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ലിവറിനും പ്രോബ്ലം ഉണ്ടാകും, ഗാൾ ബ്ലാഡറിൻ്റെയും. അപ്പോൾ നമുക്കൊരു മൈഗ്രെയിൻ ഹെഡേക്കുള്ള ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവരെ കറക്റ്റ് ചെയ്യേണ്ടത് ലിവർ ആൻഡ് ഈ രക്തസഞ്ചിയും അവരുടെ ഫങ്ഷൻ നോർമലാക്കുക എന്നുള്ളതാണ് രക്തസഞ്ചി. അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുണ്ട്. പാരാസെറ്റമോൾ ആയുർവേദത്തിലും ഉണ്ട്. മോഡേൺ മെഡിസിൻ പല വൈറ്റമിൻസ് അവർക്ക് ഉപയോഗിക്കാം, പക്ഷേ അതവർ ഉപയോഗിക്കാറില്ല.
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും അക്യൂപഞ്ചർ അറിയാവുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അക്യൂപഞ്ചർ കൊണ്ട് 100% മൈഗ്രെയിൻ നമുക്ക് മാറ്റാൻ സാധിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, ഇവൻ ആൻജിയോപ്ലാസ്റ്റിനെ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ഹാർട്ട് സ്കാൻ ചെയ്യുക, പിന്നെ ആൻജിയോഗ്രാമിന് പകരം. പിന്നെ ബൈപ്പാസ് സർജറിക്കും ആൻജിയോപ്ലാസ്റ്റിക്കും പകരമായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റും അതുപോലെ ഈ കെലേഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ സെൻറ്ററിൽ ഇതാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. തന്നെയല്ല ഈ പിന്നെ നമ്മൾ സർജറിക്കൽ കേസിന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 to 5 lakhs വരും. അതിൻ്റെ സ്ഥാനത്ത് 1 ലക്ഷം പോലും വരുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ പല കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ട് ലാഭിക്കാം, അതുപോലെ ആരോഗ്യമായിട്ട് പേഷ്യൻസിന് ആ ദിവസം തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക.